അടുത്തുള്ളവർ പോലും പ്രിയങ്കയെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. നിസ്സാര തെറ്റല്ലല്ലോ പ്രിയങ്ക ചെയ്തത്. നിന്നെ കൊല്ലാൻ ശ്രമിച്ചവളല്ലേ അവള്. പിന്നെ എന്തിനാ അവളെ രക്ഷിക്കുന്നത്? അവളെ നിയമം ശിക്ഷിച്ചോട്ടെ. അച്ഛനും അത് തന്നെയാ പറയുന്നത്. എന്നെ കൊല്ലാൻ നോക്കിയതുകൊണ്ട് കോടതി അവളെ ശിക്ഷിക്കട്ടെ എന്ന്. മാഡം, ആ അച്ഛന്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്ക്. വഴിന്ന് കിട്ടിയ അനാഥ കുട്ടിയായ എനിക്ക് വേണ്ടി സ്വന്തം മകളെ തള്ളി പറയുന്നത്. ഇത്ര സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളോട് അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യത. ആരാണ് തിരുമേനിയോട് നിനക്ക് മാത്രമല്ല എനിക്കുണ്ട് കടപ്പാട്. നീ എന്റെ മോളല്ലേ. നിന്നെ വളർത്തി വലുതാക്കിയ ആളോട് ആ നന്ദിയും കടപ്പാടും എനിക്ക് ഉണ്ടാവണ്ടേ? മോള് പേടിക്കണ്ട. പ്രിയങ്കയെ നമുക്ക് രക്ഷിക്കാം. ഏറ്റവും നല്ലൊരു വക്കീലിനെ തന്നെ അമ്മ ഏർപ്പാടാക്കി തരാം. പിന്നെ പ്രിയങ്കയ്ക്ക് അനുകൂലമായി മോളുടെ മൊഴിയും കൂടി വരുമ്പോൾ അത് കോടതി മാനിക്കും. പ്രിയങ്കയെ വെറുതെ വിട്ടോളും.